നമസ്കാരം. നമ്മുടെ പോലീസ് സേന വളരെ ശക്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പോലീസ് സേനയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില പുഴുക്കുത്തുക്കൾ പോലീസ് സേനയിലുണ്ട് എന്നുള്ളതും ക്രിമിനൽ വൽക്കരണം പോലീസിൽ നടക്കുന്നു എന്നുള്ളതുമൊക്കെ മാധ്യമ വാർത്തയായിരുന്നു, ചർച്ചയായതാണ്. പോലീസിൽ ഒരു വിഭാഗം ആളുകൾ ഉത്തരവാദിത്തത്തോടെ ജോലി നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ക്രിമിനൽ ഗുണ്ട മാഫിയ പശ്ചാത്തലമുള്ളവരും ആണ്. ഈ പരാതി നൽകാനെത്തുന്നവരെയോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിയെ വീണ്ടും പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നു, കുത്തിന പിടിച്ചു വാങ്ങുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം. പോലീസുകാർ ഇടപെട്ട് തന്നെ അട്ടിമറിച്ച എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരൻ ഈ പോലീസിലെ ഈ പുഴുക്കുത്തുക്കൾക്കെതിരായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലും ഒക്കെ വ്യാപകമായി പ്രതികരിച്ചു. പ്രേക്ഷകർ വാർത്തകളും അയാളുടെ പോസ്റ്റുകളും ഒക്കെ കണ്ടു കാണും. ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. തീർച്ചയായിട്ടും പിരിച്ചുവിട്ടതിന് ശേഷം, അയാൾ സ്വതന്ത്രനായതിനു ശേഷം അയാൾ പല കാര്യങ്ങളും തുറന്നു പറയും എന്ന് അയാൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അയാൾക്ക് പറയാൻ പറ്റുന്ന, സർവീസിൽ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും അദ്ദേഹം പോസ്റ്റുകളായും മറ്റു കാര്യങ്ങളായിട്ടും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആരോപണ വിധേയരായിട്ടുണ്ട്. കൃത്യമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് ഉമേഷ് അതിനെയൊക്കെ എള്ളു കീറി വിമർശിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ചില സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ചില ആളുകൾ എത്തി. അദ്ദേഹത്തിന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഗായികയാണ്. ഞാൻ പണ്ടൊരു മാധ്യമത്തിൽ ജോലി ചെയ്തപ്പോൾ അവിടെ ചെറിയ കുട്ടിയായിട്ട് ഗായികയായിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായി ഉമേഷിന്റെ ഭാര്യ വന്നതോർക്കുന്നു. പിന്നീടാണ് ഉമേഷ് ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതം പോലും ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി. ഇപ്പോൾ ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് അദ്ദേഹം. 18 മാസമായി സസ്പെൻഷനിലാണ്. അദ്ദേഹം നേരിടാത്ത നടപടികൾ ഒന്നും തന്നെ ഇല്ല. അതായത് പോലീസുകാർക്കെതിരെ പോലീസുകാർ എന്ത് ചെയ്താലും അതൊക്കെ അംഗീകരിക്കണം എന്നുള്ള ഒരു തിട്ടൂരം ഇവിടെ ഉണ്ടോ? ഇത് ചോദിക്കും. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത വലിയ കാര്യമായി തന്നെ നൽകി. കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ, സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ, സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ ഏറ്റുപിടിച്ചു പറഞ്ഞാൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ പോലും ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ഉദ്യോഗസ്ഥ വൃന്ദം അദ്ദേഹത്തെ വേട്ടയാടി. രാഷ്ട്രീയക്കാർ, CPM-കാർ അടക്കം അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്, വള്ളിക്കുന്ന് എന്ന സ്വദേശിയാണ്. അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കേരളം മുഴുവൻ അദ്ദേഹത്തെ ഓടിച്ചു. ഇതാ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പിറ്റേ ദിവസം ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ കൃത്യമായ തെളിവ് സഹിതം സ്വതന്ത്രനായി പങ്കുവയ്ക്കാമല്ലോ എന്ന ഒരാശയത്തോടെയാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത്. എന്തൊക്കെയായാലും ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടാനുള്ള തീരുമാനമായി എന്നറിയുന്നു. പിരിച്ചുവിട്ടതിന് ശേഷം കൂടുതൽ ശക്തിയായി പോലീസിലെ പുഴുക്കുത്തുക്കൾക്കെതിരെ, പോലീസിലെ സാമൂഹ്യ വിരുദ്ധതയ്ക്കെതിരെ, പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ, പോലീസുകാരുടെ നീതികേട്, അതായത് കാണിക്കുന്നവർ കേട്ടോ, നല്ല പോലീസുകാരും ധാരാളമുണ്ട്. അതിൽ ഒരു വിഭാഗത്തെയാണ് ഈ പറയുന്നത്. ഇദ്ദേഹവും അതാണ് ചെയ്തത്. ഇദ്ദേഹവും സത്യമേ പറഞ്ഞുള്ളൂ. അതൊരു വിഭാഗത്തിനെതിരെയാണ് തെറ്റ്. അതിപ്പോൾ ഏത് മേഖലയിലായാലും, മാധ്യമ മേഖലയിൽ നല്ലവരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്, സർക്കാർ തലത്തിലുമുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, എല്ലാവരുമുണ്ട്. നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്. മോശം ആൾക്കാരെ തുറന്നു കാണിക്കേണ്ടത് ഒരു സാമൂഹ്യ ബാധ്യത കൂടിയാണ്, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള ബാധ്യത കൂടിയാണ്. അതാണ് ഉമേഷ് ചെയ്തത്. അതിനാണ് അദ്ദേഹത്തെ വേട്ടയാടിയത്. എന്തായാലും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ ഒരുങ്ങുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇനി പലതും പുറത്തു പറയും, പലതും തുറന്നു പറയും, പലതും പലർക്കിട്ടും കൊള്ളും, പലതും പല വിഷയങ്ങളുമാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. പിരിഞ്ഞു പോന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒന്നും നോക്കാനില്ലല്ലോ. കഴുത്തറ്റ മുങ്ങിയാൽ പിന്നെ എന്ത് തണുപ്പ്, ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം വീണ്ടും ഈ വിഷയത്തെ ചർച്ചകളിൽ കൊണ്ടുവരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇനി കൂടുതൽ ഉമേഷ് വള്ളിക്കുന്നിന് എളുപ്പമാകും എന്നുള്ള ഒരു നിരീക്ഷണം കൂടി സാമൂഹ്യ നിരീക്ഷകരൊക്കെ നടത്തുന്നുമുണ്ട്.